ഈ ചെരുപ്പുകൾ വാരി എറിഞ്ഞു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വിമതര് വിശ്വാസികളുടെ ചെരുപ്പുകൾ. ഇവിടെ ഇവര് തീർച്ചയായിട്ടും സാത്താൻ സന്തതികളാണെന്ന് ഇവർ വീണ്ടും തെളിയിച്ചിരിക്കുക. ബൈബിളില് സ്നാപകയോഹന്നാൻ പറയുന്ന ഒരു വാക്ക് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും യോഗ്യതയില്ല എന്ന കർത്താവിന്റെ ചെരുപ്പിനെയാണ് അവിടെ സ്നാപകയോഹന്നാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കർത്താവിന്റെ പാദങ്ങൾ കഴുകുന്ന ഭാഗങ്ങളൊക്കെയും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവ് സ്വയമായിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ഭാഗങ്ങള് നമ്മൾ പെസഹായുടെ ആ ദിനത്തിൽ കാണുന്നുണ്ട്. ഇവിടെയൊക്കെയും പാദങ്ങൾക്ക് സംരക്ഷണമേകുവാനുള്ള ഒരു ഉപകരണമാണ്, ഒരു വസ്തുവാണ് ചെരുപ്പ്. ആ ചെരുപ്പ് വളരെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ പാദങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുന്നതാണ്. അപ്പൊ അത് കാണുമ്പോൾ അത് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംരക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങള് പാപത്തിൽ അല്ലെങ്കിൽ ചെളിയിൽ ജീവിച്ചു കൊള്ളാം എന്ന് സാത്താൻ ബാധിതരായ ഈ വിമത കോമാളികൾ വിളിച്ചു പറയുന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് അവർ ആ ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞത്. അല്ലാതെ വിശ്വാസികളുടെ ആ വസ്തുവിന് നഷ്ടം വരുത്തിയതല്ല. അപ്പോൾ ഒരു ചെരുപ്പിന് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് നഷ്ടം വരാം. പക്ഷെ അവിടെ ഈ സാത്താൻ ബാധിതർ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് കർത്താവിന്റെ സംരക്ഷണമേകുന്ന ആ സംരക്ഷണം ഞങ്ങൾ വിശ്വാസികളിൽ എടുത്തു കളയും. പരിശുദ്ധ ബലിയർപ്പണം ഞങ്ങൾ നിങ്ങൾക്ക് തരുകയില്ല. ഞങ്ങൾ സാത്താനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. സഭ നിഷേധിച്ച, സഭ ഇല്ലിസെറ്റ് എന്ന് പറഞ്ഞ ബലിയർപ്പണമാണ് ഞങ്ങൾക്ക് വലുത്. അപ്പൊ അത് കാരണം സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവര് പരോക്ഷമായി സൂചിപ്പിച്ചതായി ചെരുപ്പ് വാരി എറിഞ്ഞത്. അത്രയും കണ്ടാൽ മതി. ഇവർ മുഴുവൻ സാത്താൻ ബാധിതരാണ്, സാത്താൻ ചിന്തകരാണ്, സാത്താൻ നിവസിച്ചവരാണ് ഈ എറണാകുളത്തെ വിമതരെന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുക. വിശ്വാസികൾ അത്രയും ചിന്തിച്ചാൽ മതി. വിശ്വാസികളുടെ ഒപ്പം എപ്പോഴും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങളുടെ ഒപ്പം നിന്ന് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്, നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നും മാർപ്പാപ്പയോടും വത്തിക്കാനോടും സഭയോടൊപ്പമാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ വിശ്വാസ യുദ്ധമാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വോയിസ് ഓഫ് ട്രൂത്ത് പറഞ്ഞ പോലെ ഇതൊരു കുരിശ് യുദ്ധമാണ്, രണ്ടാം കുരിശ് യുദ്ധം എന്ന് വേണേൽ പറയാം. അത് മുൻപോട്ട് പോകട്ടെ. കുരിശ് യുദ്ധങ്ങളിൽ ക്രൈസ്തവർ വിജയിച്ച ചരിത്രമാണ്. കാര്യം ദൈവം അവരുടെ ഒപ്പമായിരുന്നു. ഇവിടെ മോശ ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് പല അപകടങ്ങളും സംഭവിക്കുകയും 40 വർഷം മരുഭൂമി ജീവിതം ജീവിക്കുകയൊക്കെ ചെയ്തപ്പോഴും കാത്തുരക്ഷിച്ചത് കർത്താവാ. ആ കർത്താവ് തന്നെയാണ് കുരിശ് യുദ്ധങ്ങളിലൂടെ ക്രൈസ്തവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ അവർ നടത്തിയ ആ വിശ്വാസ യുദ്ധങ്ങളിലൊക്കെ വിജയം പ്രാപ്തമാക്കി കൊടുത്ത അതേ കർത്താവ് തന്നെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എറണാകുളം ബസിലിക്കയിലെ വിശ്വാസികളുടെ ഒപ്പമുണ്ട്. ഇവരെ ചെരുപ്പുകൾ വാരി വലിച്ചെറിയുമ്പോൾ ഇവർ സാത്താനെ സേവിക്കുന്നവരാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. വിജയം എപ്പോഴും കർത്താവിന്റെ ഒപ്പമാണ്, ദൈവത്തിന്റെ ഒപ്പമാണ്, വിശ്വാസികളുടെ ഒപ്പമാണ്, സാത്താന്റെ ഒപ്പമല്ല.